2024 നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇഹ്സാൻ നിസാൻ നമ്മുടെ കൂടെ ഇന്നിവിടെ ഉള്ളത്. ഇഹ്സാന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നീറ്റിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഈ ഒരു റാങ്ക് ആണോ മോൻ പ്രതീക്ഷിച്ചിരുന്നത്? ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 691 മാർക്കോടുകൂടി ഓൾ ഇന്ത്യ റാങ്ക് 4073 ഉണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. പിന്നെ റിസൾട്ട് വന്നപ്പോഴും 5 മാർക്ക് കുറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു സങ്കടം എനിക്കില്ലായിരുന്നു. കാരണം ഐ വാസ് ഏബിൾ ടു പാസ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം എനിക്കൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പം ഐ വാസ് വെരി ഹാപ്പി. എക്സ്പെക്റ്റഡ് റിസൾട്ടാണെന്ന് വെച്ചാൽ കുറച്ച് കുറവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ പഠിച്ചതിന് എനിക്ക് കിട്ടി. അതാണ് ദൈവം എനിക്ക് തന്ന പ്രതിഫലം. MBBS തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇതൊരു മൂവി ബേസ്ഡ് ചെയ്തിട്ടാണ്, എന്നാലും ബട്ട് ഒരാളെ കെയർ ചെയ്യുമ്പം അയാൾക്ക് കൊടുക്കാൻ ഒരു ഹ്യൂമാനിറ്റേറിയൻ പ്രിഫറൻസ് ഒരാൾക്ക് കൊടുക്കുമ്പം അത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര വലുതാണ്. അങ്ങനെ കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമൊന്നുമില്ല, പക്ഷേ വളർന്നു വന്നപ്പോൾ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടൊരു ഡോക്ടർ അങ്ങനെ മനസ്സിലുണ്ടോ? അങ്ങനെ ഇല്ല, ബട്ട് എന്നെ കൊച്ചുനാൾ തൊട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് മാത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ ആ ഒരു ചൈതന്യം, അപ്പം അങ്ങനത്തെ ഒരു ഡോക്ടറായ ഒരു സൊസൈറ്റിക്കും എല്ലാം ഒരു വലിയൊരു ബിഗ് അസറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരാളാവാൻ ഐ ഹോപ്പ് അങ്ങനെ ഒരാളാവാൻ കൊള്ളാമായിരുന്നു. സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു, ഒന്ന് വിശദീകരിക്കാവോ? ഞാൻ 10th വരെ കൊല്ലത്തെ SNRS സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് +1 +2 ബ്രില്യൻ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ കോട്ടയത്തെ KEMA എന്ന സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് അവിടെ +1 +2 പഠിച്ച് അതിൻ്റെ കൂട്ടത്തിൽ നീറ്റ് പാസ്സായത്. അവിടെ +1 അഡ്മിഷൻ കയറുമ്പോൾ തന്നെ എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് കിട്ടണം. അതായത് എനിക്കൊരു വർഷം കൂടെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് കിട്ടണമെന്ന് എനിക്കൊരു നല്ല ഡിസയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു, കിട്ടി. പിന്നെ അവിടുത്തെ ആ ഒരു പിയർ ഗ്രൂപ്പ്, അവിടുത്തെ ആ കോമ്പറ്റീഷൻ എല്ലാം ഇറ്റ് വാസ് റിയലി അമേസിങ്. എൻ്റെ കൂട്ടുകാരനാണ് ഇപ്രാവശ്യം ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് കിട്ടിയ ശ്രീനാഥ് ശർമ്മ. അപ്പം എനിക്കെന്തെങ്കിലും കുറച്ച് ചെറിയ ഡൗട്ട് വന്നാൽ പോലും ഞാൻ അവൻ്റെ അടുത്ത് പോയി ക്ലാരിഫൈ ചെയ്യണം. അവൻ അങ്ങനെ കുറേ പേരെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് ഓവറോൾ എ ഗുഡ് എക്സ്പീരിയൻസ്. എന്നിട്ട് അവിടുത്തെ പീപ്പിളായിട്ട് ഇടപഴകി മാത്രം നാട്ടിൽ നിന്നില്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിക്കൂലായിരുന്നു. ആ സ്കൂളിൻ്റെ ചിട്ടയും ബ്രില്യൻറ്റിൻ്റെ ഇത്രയും കിട്ടില്ല, എക്സാം പാറ്റേണും ഇതെല്ലാം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഫസ്റ്റ് ടൈമിൽ തന്നെ അച്ചീവ് ചെയ്തെടുത്തത്. മോൻ +1 +2 പഠനത്തോടൊപ്പം തന്നെയാണ് ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് കണ്ട് എൻട്രൻസ് പരിശീലനം നടത്തിയത്. അപ്പം ആ ഒരു സ്റ്റഡി പ്ലാൻ, ആ ഒരു ഡെയിലി റുട്ടീൻ ഒന്ന് ഷെയർ ചെയ്യാമോ? +1 +2 പഠനത്തോടൊപ്പം എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടാണെങ്കിലും, പക്ഷേ ഒരു കറക്റ്റ് സ്റ്റഡി പ്ലാൻ നമ്മൾ മനസ്സിൽ വെച്ച് കൊണ്ടുപോയാൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. എൻ്റെ സ്കൂളിൻ്റെ റുട്ടീൻ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 5:30 എണീക്കുക, പിന്നെ കുറച്ച് പഠിക്കുക, പിന്നെ ഫുഡ് ടൈം, റെസ്റ്റ് ടൈം, പിന്നെ 8 തൊട്ട് 4:30 ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ തന്നെ പഠിക്കാനിരിക്കും. ബ്രില്യൻറ്റിൻ്റെ ടോപ്പിക്കാണ് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് എടുത്തത്. ബോർഡ് എക്സാമിൻ്റെ സംഭവങ്ങൾ സ്കൂളുകാർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മളല്ലാതെ ബ്രില്യൻറ്റ് പഠിപ്പിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബേസ് ഉണ്ടായിരുന്നു. അപ്പം ബോർഡ് എക്സാമിൻ്റെ ഒരാഴ്ച 1 week മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ ലാംഗ്വേജസ് സ്കൂൾ പഠിപ്പിക്കും. അതുകൊണ്ട് ഇറ്റ് വാസ് ഓക്കെ. റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അങ്ങനത്തെ കറക്റ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും, ബട്ട് ഒരേ ദിവസം ഞാൻ എന്തൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു അതിനാ തീർത്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളായിരുന്നു. അപ്പം മിക്കവാറും ഞാൻ അങ്ങനെ രാവിലെ എണീറ്റ് പഠിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഒരു 12 o'clock 1 o'clock ഒക്കെ വരെ പഠിക്കുമായിരുന്നു. പിന്നെ ഈ ലോങ് അവേഴ്സ് പഠിക്കുന്നതിനെക്കാട്ടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുറച്ച് സമയം പഠിക്കുന്നതാണ് എനിക്ക്. ബ്രേക്ക് എടുക്കുക, വീണ്ടും പഠിക്കുക. അതാണ് എനിക്കൊരു ഐഡിയൽ സ്റ്റഡി പ്ലാനായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ചിലർ കുറേ പേർക്ക് ഇതാണ് ലോങ് അവേഴ്സ് ഇരുന്ന് ഒറ്റ സ്ട്രെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കങ്ങനെ പറ്റൂല. ബട്ട് ഇറ്റ് വാസ് എഫക്റ്റീവ് അറ്റ് ലാസ്റ്റ്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ എക്സാമിൻ്റെ വരുന്ന ദിവസങ്ങളിലൊക്കെ എക്സാം ഉള്ള ദിവസത്തിന് മുമ്പത്തെ രാത്രി ഞാൻ അങ്ങനെ അത്രയും രാത്രി വരെ ഇരിക്കില്ലായിരുന്നു. ഞാൻ നേരത്തെ കിടന്നുറങ്ങും, നല്ല ഭക്ഷണം കഴിക്കും, നമുക്ക് ഓക്കെയാണ്. ഒരു ദിവസം എത്ര നേരം വരെ ഉറക്കം? ഒരു 6 to 8 അതിൻ്റെ ഇടയ്ക്ക്. അത് 6-നെ കാട്ടി കുറയത്തില്ല, 8-നെ കാട്ടി കൂടത്തില്ല. സ്കൂളിലായതുകൊണ്ട് 8-നെ കാട്ടി കൂടാൻ സമ്മതിക്കത്തില്ല.
ഓക്കെ, ഇതിൽ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ബയോളജി തന്നെയായിരുന്നു. അത്യാവശ്യം എനിക്ക് മറന്നു പോകുന്ന കൂട്ടത്തിലാണെങ്കിലും എനിക്കതിൽ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് പഠിക്കാൻ. പിന്നെ ഫിസിക്സാണ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത്. ബട്ട് ബയോളജി പഠിക്കുമ്പം ബയോളജി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഒരു അത്യാവശ്യം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു. ഫിസിക്സ് ചെയ്യുമ്പോഴും കിട്ടും, പക്ഷെ എന്നാലും നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പം ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അത് കിട്ടുമായിരുന്നു. അപ്പം ടഫായിട്ടുള്ള സബ്ജക്റ്റ് കൂടുതൽ സമയം പഠിക്കുമോ അതോ സമയം ഏത് സബ്ജക്ട്? ഫിസിക്സിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം എനിക്ക് വേണ്ടി വന്നത്. ബട്ട് അതിനെ അത്യാവശ്യം നല്ലപോലെ മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ബേസ് എത്ര നല്ലതാക്കി എടുക്കുന്നോ അത്രയും നല്ലപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഇത് കണക്ക് ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു, ബട്ട് എനിക്കൊന്നും അങ്ങനെ കിട്ടുന്നില്ല, മാർക്ക് കുറവാണ്. അപ്പോൾ പിന്നെയാണ് ഫിസിക്സിന് നല്ല ബേസ് വേണം എന്ന് വിചാരിച്ച് ഞാൻ ഫിസിക്സിൻ്റെ ബേസിക് പോർഷൻസും 11th ഫിസിക്സ് ബേസാണ് ഏറ്റവും സൂപ്പർ. അപ്പം അത് നല്ലപോലെ ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ട് ആണ് ഞാൻ പിന്നെ ക്വസ്റ്റ്യൻസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഓവറോൾ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോരുത്തർ ബേസ് നല്ലതാക്കിയിട്ടാണ് പിന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് രീതി. മോൻ ബ്രില്യൻ്റ് വന്നപ്പോൾ തൊട്ട് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് തുടങ്ങിയ ആളാണ്. അപ്പം ആ മോഡൽ എക്സാമിൻ്റെ സ്കോർ ഇപ്പോൾ കിട്ടിയ നീറ്റിൻ്റെ സ്കോറിലേക്ക് എത്തുന്നുണ്ടായിരുന്നു? ആദ്യമൊക്കെ കുറവായിരുന്നെങ്കിലും പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ബിൽഡപ്പ് ചെയ്ത് 650 അബോവ് മിക്ക എക്സാമിന് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. ഇടയ്ക്ക് കുറവായിരുന്നെങ്കിലും ഒരു ആവറേജ് അബോവ് 650 കിട്ടുന്നുണ്ടായിരുന്നു. ബ്രില്യൻറ്റിൻ്റെ മോൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ബ്രില്യൻറ്റിലേക്ക് ഫസ്റ്റ് ഡേ വന്നത് തൊട്ട് ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. ബട്ട് അങ്ങനെ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടൊന്നും അല്ലായിരുന്നു. അവിടുത്തെ സാറുമാരും ടീച്ചേഴ്സും പ്രത്യേകിച്ച് അങ്ങനെ ക്ലാസ് ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ഇവരെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തിയറി പോർഷൻ വാസ് അമേസിങ്. അതായത് ഞങ്ങൾക്ക് 8 മണി തൊട്ട് 4:30 വരെ ആയിരുന്നു ക്ലാസ്, 4 ക്ലാസ്സായിട്ട്. അപ്പം ഓരോ ക്ലാസ്സിലും പറയുന്ന കാര്യങ്ങൾ മാത്രം ക്ലാസ്സിൽ ശ്രദ്ധിച്ച് മാത്രം ഇരുന്ന് പഠിച്ചാൽ പോലെ ഒരു കുട്ടിക്ക് എന്തായാലും നീറ്റിന് ഈസിലി 650 അബവ് വാങ്ങിക്കാൻ പറ്റും. അത്രയ്ക്ക് ബേസ് ലെവലിൽ വന്നിട്ടാണ് അവർ പഠിപ്പിച്ച് കയറുന്നത്. ഏത് സമയത്താണ് ഇനി നമുക്ക് ഇൻ്റർവെൽ ഇട്ട ഒരു 5 മിനിറ്റ്സ് ആണ്. ആ സമയത്ത് പോലും നമ്മൾ സ്റ്റാഫ് റൂമിൽ സാറുമാർക്ക് ഡൗട്ട് ചോദിക്കാൻ പോയിട്ടുണ്ട്. അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ കൂട്ടുകാരും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറായ കണ്ണൻ സാർ, കോർഡിനേറ്റർ ബിജു സാർ, ഇവരെല്ലാം തന്നെ നമുക്ക് ഒരു എക്സാമിന് മാർക്ക് കുറവാണെങ്കിൽ പോലും ഇവർ വന്ന് നമ്മളെ പേഴ്സണലി മോട്ടിവേറ്റ് ചെയ്യും. ഒരു എക്സാമല്ലേ പോട്ടെ, നമുക്കടുത്ത് നീറ്റിന് പിടിക്കാം, ഇനി എക്സാം വരുന്നില്ലേ, നമുക്ക് അതിനെല്ലാം നല്ല മാർക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര നല്ല മോട്ടിവേഷനായിരുന്നു. പിന്നെ ബുക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വീട്ടുകാരത്തൊന്നും പറഞ്ഞ് വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം സ്കൂളിൽ ബ്രില്യൻ്റ് ലൈബ്രറി ഉള്ളതുകൊണ്ട് അവിടെ എൻട്രൻസിന് ആവശ്യത്തിനുള്ള എല്ലാ ബുക്കും ഉണ്ടായിരുന്നു അവിടെ. അപ്പം ബുക്ക് റെൻറ്റിനെടുക്കുക, അതിൽ നിന്ന് നോക്കി റെഫർ ചെയ്ത് പഠിക്കാൻ, അങ്ങനെ പുറത്തെ ബുക്ക് നോക്കി പഠിക്കാറില്ലായിരുന്നു. കാരണം ബ്രില്യൻ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഭയങ്കര കിടിലായിരുന്നു. അതിലെ ക്ലാസ് നോട്ടിലെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നീറ്റിന് ഒരു 650 സ്കോർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയ്ക്ക് നല്ലൊരു മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതായിരുന്നു. നമ്മളെ സെൻറ്ററിൻ്റെ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാറായിരുന്നു. ഈ ലാസ്റ്റൊക്കെ റാങ്ക് ലിസ്റ്റ് മെയിൻ ടെസ്റ്റ് സീരീസ് വരുമ്പോൾ സാറ് 2 ആഴ്ച കൂടുമ്പോഴേ ഒരാഴ്ച കൂടുമ്പോഴേ വന്ന് നമ്മൾ ക്ലാസ്സിൽ വന്ന് റാങ്ക് ലിസ്റ്റ് വായിച്ച് ക്യാഷ് പ്രൈസ് കൊടുത്ത് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും. അപ്പം പുള്ളിക്കാരെ ഓരോ ആഴ്ചയും തന്നെ വന്ന് നമ്മളടുത്തുള്ള ഒരു കെയർ, അതായത് നമ്മളെ വാല്യൂ ചെയ്യുന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാം, നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം, നമുക്ക് എങ്ങനെ ആ എക്സാം ക്രാക്ക് ചെയ്യാം, അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ വന്നു പോകും. കാരണം അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കുമ്പം നമ്മൾ ആ ഫ്ലോയിൻ്റെ കൂടെ തന്നെ അങ്ങ് പോകും. പിന്നെ ഹാർഡ് വർക്ക് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, സാറുമാരുടെ പ്രാർത്ഥനയുണ്ട്, വീട്ടുകാരുടെ പ്രാർത്ഥനയുണ്ട്. അപ്പം എല്ലാം കൂടെ ചെയ്യുമ്പോൾ ബ്രില്യൻ്റ് വാസ് ഒരു പുതിയൊരു ജേണി പോലെയാണ് എനിക്ക് +1 +2 തുടങ്ങിയപ്പോൾ തന്നെ തോന്നിയത്. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. അതുപോലെ തന്നെ ബ്രില്യൻ്റിൻ്റെ ലേണിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രില്യൻ്റിൻ്റെ തന്നെ കസ്റ്റമൈസ്ഡ് ടാബ് തരുന്നതുകൊണ്ട് നമുക്ക് മിസ്സായി പോയ പോർഷൻസ്, അതായത് ഇപ്പം പനി കാരണം 2 ദിവസം ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ലേ, ആ സെയിം ക്ലാസ് ലേണിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. കൂടാതെ അതിൽ മോക്ക് ടെസ്റ്റ്, ഓരോ ചാപ്റ്ററിൻ്റെ പല ടൈപ്പ് ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ്
ചെയ്തു വരുമ്പോൾ നമ്മൾ നീറ്റിന് കാണുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എവിടെയോ ഒരു കണ്ട ക്വസ്റ്റ്യൻ്റെ ഫീൽ തരും. പിന്നെ ഈ നീറ്റ് എക്സാം അടുക്കാറാകുമ്പോൾ തൊട്ട് ബ്രില്യൻറ്റിൻ്റെ നീറ്റിൻ്റെ തന്നെ ഒരു ജേണി പോലെ യൂട്യൂബിൽ കുറേ ലെക്ചേഴ്സും കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. കാരണം നമ്മളൊരു 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്ന ബുക്കൊക്കെ വായിച്ച് റെഫർ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ് അവരൊരു അരമണിക്കൂറോ 40 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. പിന്നെ ആ സാറുമാർ പറയുന്ന എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോർമുല വല്ലോ ഓർക്കാനുള്ള ഒരു ക്ലിക്ക് കിട്ടും. അപ്പം അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഈ ലേണിംഗ് ആപ്പ് വാസ് വെരി ഹെൽപ്ഫുൾ. നീറ്റിൻ്റെ റിസൾട്ട് വന്നു. ഇനി അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് അടുത്തതായിട്ട് നടക്കുന്നത്. അപ്പം മോനെ എവിടെ പഠിക്കണം, MBBS എവിടെയായിരിക്കണം, ഏത് കോളേജിലായിരിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുള്ളത്? അങ്ങനെ ഒരു ആഗ്രഹമുള്ള എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കണമെന്നാണ്. കാരണം ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് കേരളത്തിൽ പഠിച്ചാൽ മതിയെന്നായിരുന്നു എൻ്റെ ഇത്. പുറത്തുപോയി പഠിക്കണമെന്ന് അത്രയ്ക്ക് വലിയ ഒരു നിശ്ചയമില്ലായിരുന്നു. കേരളത്തിൽ തന്നെ പഠിക്കുമ്പം എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ പഠിക്കണമെന്നാണ് ആഗ്രഹം. കാരണം എനിക്ക് ആ കോളേജ് ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ പഠിക്കണമെന്നാണ് ആഗ്രഹം. ഇനി 2025 നീറ്റ് വരെയാണ്. കുട്ടികൾ അതിനുവേണ്ടിയുള്ള പഠനം ആരംഭിച്ചിരിക്കും. അപ്പം ഒരു അച്ചീവർ എന്ന നിലയിൽ തൻ്റെ കൂട്ടുകാരോട് മോൻ എന്താണ് പറയാനുള്ളത്? ഒരു അച്ചീവർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഫ്രണ്ടിലൊരു എയിമുണ്ട്. അപ്പോൾ ആ എയിമിന് വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മളത് നേടിയെടുക്കണം എന്നൊരു ചിന്ത നമ്മൾ പഠിച്ചാൽ നമുക്കത് എന്തും നേടിയെടുക്കാം. കൂടാതെ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. കാരണം നമ്മളൊരു സാധനം ഒരു ഇൻട്രസ്റ്റോടെ പഠിക്കുന്നതും നമുക്കൊരു ബർഡനായിട്ട് പഠിക്കുന്നതും രണ്ട് തന്നെയാണ്. അപ്പം ഇൻട്രസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് നമ്മളത് മനസ്സിൽ ഉൾക്കൊണ്ട് പഠിക്കുക. അപ്പം നമുക്ക് ആ സംഭവം എവിടെ ചെന്നാലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ അത് പഠിക്കുന്ന സമയത്തല്ലെങ്കിലും. കൂടാതെ നമ്മൾ ഈ സംഭവം ഈ തിയറിയോ ഫോർമുല എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ പോലും നമ്മളൊരു മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഡിഫറൻസ് തന്നെ തോന്നും. പിന്നെ ഹാർഡ് വർക്ക്, അതാണ് അടുത്ത സംഭവം. അത് എത്ര കഷ്ടപ്പാടാണെങ്കിലും കഷ്ടപ്പെടുക, എന്നിട്ട് പിന്നെ നല്ലപോലെ ഉറങ്ങുക. ഏറ്റവും ഈ പ്രശ്നം വരുന്നത് സ്ലീപ്പ് ഷെഡ്യൂളിലാണ്. അപ്പോൾ ഈ 4 മണിക്കൂറൊക്കെ മാത്രം ഉറങ്ങി ബാക്കി സമയം ഫുൾ പഠിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നല്ലൊരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാനാണ്. നമ്മൾ അത്യാവശ്യം നമ്മളെ മൈൻഡിന് റെസ്റ്റ് കൊടുക്കണം. കൂടാതെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എനിക്ക് പേഴ്സണലി പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പം ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫുഡ് കഴിച്ച് മനസ്സ് റിലാക്സ് ചെയ്ത് പക്ഷെ നമുക്കിത് നേടിയെടുക്കണം എന്നൊരു വില്ലിൽ പഠിക്കുക, അത് നമുക്ക് കിട്ടും. റിസാൻ്റെ റിസൾട്ട് വന്ന സമയത്ത് പായ്ക്കും എന്താണ് ആ സമയത്ത് തോന്നിയത്? റിസൾട്ട് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നേടാനായാൽ സർവേഷനോട് നന്ദി, തീരാത്ത നന്ദിയുണ്ട്. പായ്ക്കും വളരെ സന്തോഷമായിരുന്നു. അവന് 2 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത്. അതിന് അവൻ അർഹതയുണ്ട്. ദൈവത്തിൻ്റെ സഹായം അതിന് കിട്ടിയിട്ടുണ്ട്. മോനെ എൻട്രൻസ് പഠനം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബ്രില്യൻറ്റിലേക്ക് തന്നെ വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോഴാണ് അവനിങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് MBBSന് പോകുന്നതിനെക്കുറിച്ച് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ സ്കൂളിൽ ഇവിടെ കൊല്ലം SN പഠിച്ചിട്ട് ഇതുവരെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്രില്യൻറ്റിനെ കുറിച്ച് കേട്ടിരുന്നു. അപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അപ്പോൾ ആ സ്ക്രീനിങ് ടെസ്റ്റ് വഴി റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു. 3 പ്രാവശ്യം ടെസ്റ്റ് ഉണ്ടാവും. 3 ടെസ്റ്റ് എഴുതി. സെക്കൻഡ് എഴുതിയ ടെസ്റ്റിലാണ് നല്ല സ്കോറിൽ KS സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമും കൂടെ ആയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നത് നല്ലതാണെന്ന് മുന്നേ പഠിച്ചതിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം ബ്രില്യൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായം കേട്ടിരുന്നു. അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്. അതെന്തുകൊണ്ട് നല്ലതാണെന്ന് ഞങ്ങളുടെ റിസൾട്ട് അറിഞ്ഞപ്പോൾ മനസ്സിലായി. റിസാൻ്റെ ജീവിതത്തിലെ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഇപ്പം സാധിച്ചിരിക്കുന്നു. അപ്പം ഇനിയും ജീവിതത്തിലേക്ക് വലിയ വലിയ വിജയങ്ങൾ എത്തട്ടെ. അതിന് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ അത് നടന്നുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.